വൈറൽ പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശ് പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ അന്വേഷണം തുടരുന്നു. പെൺകുട്ടിയുടെയും ഭർത്താവിന്റെയും മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. പെൺകുട്ടിയുടെ ഭർത്താവിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് കൊച്ചി പോലീസ് അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. തനിക്കും ഭർത്താവിനും പോലീസ് സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പെൺകുട്ടി മുഖ്യമന്ത്രിക്കും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകുകയും ചെയ്തിരുന്നു. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, ഗുഡ് മോർണിംഗ്. ഒരു കേരള സ്റ്റോറി എന്നുള്ള തരത്തിൽ, റിയൽ കേരള സ്റ്റോറി എന്നുള്ള തരത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു സംഭവമായിരുന്നു. പിന്നീട് വലിയ വിവാദത്തിലേക്ക് പോവുകയാണ്. വിവാദം അവസാനിക്കുന്നില്ല. ഈ മധ്യപ്രദേശ് പോലീസ് എന്തിനാണ് കേരളത്തിലേക്ക് വന്നത് എന്നുള്ളതിൽ കൃത്യമായ ഒരു കാര്യം, ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടുമില്ല. ഇപ്പോൾ കേരളത്തോട് വീണ്ടും തനിക്ക് സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെടുകയാണ് ഈ പെൺകുട്ടി. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ഗുഡ് മോർണിംഗ്. കുംഭമേള വൈറൽ പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പോക്സോ കേസിലാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ കൊച്ചിയിൽ തുടരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം പോലീസ് നടത്തിയിരുന്നു. കൊച്ചി സിറ്റി പോലീസിൽ നിന്നും വിവരശേഖരണം നടത്തിയിരുന്നു. ഒപ്പം തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ ഈ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് അത് ഈ അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഇവർ കഴിഞ്ഞ ദിവസം തൃക്കാക്കര ബിനാനിപുരം സ്റ്റേഷനിലെത്തി പ്രാഥമിക വിവരശേഖരണം നടത്തിയിരുന്നു. ഈ പെൺകുട്ടിയുടെയും ഒപ്പം ഭർത്താവിന്റെയും മൊഴിയെടുക്കുക എന്നൊരു ലക്ഷ്യമാണ് നിലവിൽ ഈ അന്വേഷണ സംഘത്തിനുള്ളത്. ഒപ്പം തന്നെ പോക്സോ കേസിലെ ഇരയാണ് ഈ പെൺകുട്ടി എന്നാണ് മധ്യപ്രദേശ് പോലീസ് അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയെ മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു ശ്രമവും ഇവർ നടത്തുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ഈ പെൺകുട്ടി മുഖ്യമന്ത്രിക്കും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയിട്ടുള്ളത്. തനിക്ക് പോലീസ് സംരക്ഷണം വേണമെന്നും തന്നെ മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കരുതെന്നുമാണ് ഈ പെൺകുട്ടി പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 11-നാണ് തിരുവനന്തപുരത്തെ അരിമാഞ്ഞൂർ ശ്രീ നൈനാർ ദേവക്ഷേത്രത്തിൽ വെച്ച് ഈ പെൺകുട്ടിയുടെയും ഒപ്പം ഭർത്താവിന്റെ വിവാഹം നടക്കുന്നത്. CPM നേതാക്കളടക്കം ഇടപെട്ട് നടത്തിയ വിവാഹമായിരുന്നു. പക്ഷേ പിന്നീടാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ഈ പെൺകുട്ടിക്ക് വിവാഹം നടന്ന ദിവസം പ്രായപൂർത്തിയായിരുന്നില്ല എന്ന് കണ്ടെത്തുന്നത്. ഈ പെൺകുട്ടി അതിനെ തുടർന്ന് മധ്യപ്രദേശ് പോലീസ് കേസെടുക്കുകയും ചെയ്യുന്നു. പക്ഷേ കേരളത്തിലെ CPM നേതാക്കൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവരൊക്കെ പറയുന്നത് ഇത് കേരളത്തെ അപകീർത്തിപ്പെടുത്താനുള്ള, റിയൽ കേരള സ്റ്റോറി അപകീർത്തിപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. ഇതിൽ കേരള പോലീസ് അന്വേഷണം നടത്തി പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിരുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് സംരക്ഷണത്തിൽ ഒരുപക്ഷെ ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ മറുപടി വിശദീകരണം നൽകിയേക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ പോക്സോ കേസ് ശരിയായതുകൊണ്ട് തന്നെ മധ്യപ്രദേശ് പോലീസ്, അവർക്കൊപ്പം വനിതാ പോലീസ് അടക്കമുള്ളവരുണ്ട്. അവർ ഈ പെൺകുട്ടിയെ മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടാൽ ഒരുപക്ഷെ ഹൈക്കോടതി വഴി മൂവ് ചെയ്യുകയാണെങ്കിൽ അവർക്കത് കൊണ്ടുപോകാനാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പെൺകുട്ടിക്ക് ഇവിടെ തുടരാൻ സാധിക്കില്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ അറസ്റ്റ് ഹൈക്കോടതി 20-ാം തീയതി വരെ തടഞ്ഞിട്ടുണ്ട്. അതിന്റെ ഉത്തരവ് മധ്യപ്രദേശ് പോലീസിന് കൊച്ചി സിറ്റി പോലീസ് കഴിഞ്ഞ ദിവസം കൈമാറിയിട്ടുമുണ്ട്.